ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് പറയണത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. കുട്ടികളോ ഓഫീസിൽ നിന്ന് വരണവരോ സ്കൂളിൽ നിന്ന് വരണവരോ ഒക്കെ കഴിക്കാനുള്ള നല്ലൊരു എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ്. ഇതൊരു 2 എണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല നിറയും, വിശപ്പൊക്കെ വേഗം അടങ്ങും. നല്ലൊരു നൊസ്റ്റാൾജിക് ചായക്കട സ്നാക്സാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കട പലഹാരമാണ്. ഇത് പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ചായക്കടകളിലൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ അതെല്ലാം ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വീട്ടിൽ ചെയ്യാറാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് മതി, പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്, ആ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളി സവാള കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്തുണ്ട്. തേങ്ങാക്കൊത്താണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ ഒരു മുട്ട, ക്വാണ്ടിറ്റി നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട എടുക്കാം. അതിലേക്കുള്ള മാവ്, കടലമാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ 2 കപ്പ് കടലമാവ്, അതിൻ്റെ 1 കപ്പ് അരിമാവ്. ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണിത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഇത് വാങ്ങി വയ്ക്കുകയൊന്നും വേണ്ട. അതിലേക്ക് നോക്കാം, മുട്ടയും കൂടെ ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കലക്കി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കഴിക്കാം. ഇതിൻ്റെ പരുവം ഇഡ്ഡലി മാവിൻ്റെ പരുവമാണ്. അധികം വെള്ളമല്ല, അധികം കട്ടിയാവാൻ പാടില്ല. വേണമെങ്കിൽ ഇതിൽ കുറച്ച് സോഡാപ്പൊടി ഇടാം. നല്ല ഇത് മുട്ട ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കണ്ടില്ല, ഈ പരുവം മതി, അധികം വെള്ളമാക്കാൻ പാടില്ല. അപ്പോഴത് നമ്മൾ എണ്ണയിൽ ഒഴിക്കുമ്പോൾ അധികം എണ്ണ കുടിക്കാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ്. ഇതിൻ്റെ പേരാണ് ചുറുക്ക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ വെച്ച് ചൂടായി, അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. മുട്ട ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല മൊഴിഞ്ഞ് വരുന്നത്. ഇത് മുട്ട ഇടാതെയും ചെയ്യാം. സോഡാപ്പൊടി കുറച്ച് ഒരു പിഞ്ചിടേണ്ടതിന് ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ നല്ലോ, അധികം ചുവയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ, പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ ടേസ്റ്റി ആയിട്ട് പാലോ ചായയുടെ കൂടെ അവർ കഴിച്ചോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിടണം. ഇത് കടലമാവൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഒന്ന് വേവണം, വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഇതുപോലെ ഒരു ചുമന്ന കളർ വരുമ്പോൾ എടുക്കാം.
ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും, വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ പൊടി പോലുള്ള ഘടകങ്ങളെല്ലാം എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് അതിൻ്റെ അടുത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. നമുക്ക് രണ്ടെണ്ണം കൂടെ ഒഴിക്കാം. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് പറയണത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തത് വെന്ത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇത് രണ്ടെണ്ണം കഴിച്ചാൽ മതി, നല്ല വയറ് നിറയും. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ലൊരു ടേസ്റ്റി ഈവനിങ് സ്നാക്സ്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ.